ഗൈസ്. പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാതെ പുറത്തോട്ട് ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നെ റീൽസൊക്കെ സ്ക്രോൾ ചെയ്യുന്നൊരു സമയത്താണ് യാദൃശികമായിട്ട് ചിലരുടെയൊക്കെ വീഡിയോസ് കാണാനിടയായത്. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമായിരിക്കും, കഴിഞ്ഞ ദിവസം ഖത്തറിലുണ്ടായ ഒരു അറ്റാക്കൊക്കെ. അപ്പോൾ സെയിം ഇത്തരം സിറ്റുവേഷൻസ് ഉണ്ടായ സമയത്ത് പലരും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തേക്കുന്ന ഒരു ഇൻസിഡൻ്റാണ്. അവിടെ താമസിക്കുന്ന സ്വന്തം നമ്മുടെ നാട്ടിൽ നിന്നായാലും മറ്റു രാജ്യങ്ങളിൽ നിന്നായാലും താമസിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരെല്ലാവരും ഫേസ് ചെയ്തൊരു മെയിൻ ഇഷ്യൂ, പലർക്കും അറിയാം അവർ സ്വന്തം നാട്ടിലുള്ള പലരും അവിടെ ആണെന്ന് അറിഞ്ഞിട്ടും ആ ഒരു സാഹചര്യത്തിൽ അവരവിടെ സേഫാണോ, അവരവിടെ ഓക്കെ ആണോ, അവരുള്ള പ്രദേശത്താണോ സംഭവിച്ചത്, അങ്ങനെ യാതൊരു തരത്തിലുള്ള കൺസേണോ ഒരു വാക്ക് ചോദിക്കുകയോ അങ്ങനെ ഒന്നും അവർക്കറിയാവുന്നവരാരും ചെയ്തിട്ടില്ല. പക്ഷേ അവർ വിചാരിക്കാത്ത വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അവരോട് ആ വിഷയം ചോദിച്ചു വന്നത്. സോ വളരെ വളരെ ഇമോഷണലി വളരെ സാഡായിട്ടാണ് പലരും ആ കാര്യം ഷെയർ ചെയ്തിരിക്കുന്നത്. ഒരു റിയാലിറ്റി ഹിറ്റ് ചെക്ക് എന്ന് പറയുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു പലർക്കും. എനിക്കത് കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി. കാരണം ഞാനും മറ്റൊരു പ്രദേശത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്ത് വന്ന് ഒരു സെക്കൻഡ് പേഴ്സൺ തന്നെയാണ് നമ്മൾ ഈ രാജ്യത്ത്. നമുക്ക് എത്ര ഇവിടെ ബന്ധങ്ങൾ സ്ഥാപിച്ചു എന്ന് പറഞ്ഞാലും നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ സ്വന്തമായിട്ടുള്ള ആൾക്കാരെ പോലെ ഒരിക്കലും ആവില്ല നമുക്കിവിടെയുള്ള ആരും. അപ്പം അങ്ങനൊരു മൊമെൻറ്റിൽ നമുക്കൊരു പ്രശ്നം, അഥവാ നമുക്ക് പേഴ്സണലി അല്ലെങ്കിൽ പോലും നമ്മൾ ജീവിക്കുന്ന സ്ഥലത്തൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മളെ അറിയാവുന്നവർ നമ്മളോടൊരു കൺസേൺ, ജസ്റ്റ് ഒരു കൺസേൺ എന്ന പേരിൽ നമ്മളോടൊരു വാക്ക് ചോദിക്കണമെന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും. ആക്ച്വലി എക്സ്പെക്റ്റേഷൻ ഈസ് റോങ്, ബട്ട് സ്റ്റിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും. അതൊരു ഹ്യൂമൻ നേച്ചറാണ്. ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏക കാര്യം ഒരു വാക്ക് ചോദിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. നമുക്കവിടെ പോയി അവരെ സംരക്ഷിക്കാനോ അവർക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാനോ അങ്ങനെയൊന്നും നമുക്ക് പറ്റത്തില്ല. നമുക്ക് ആകെ പറ്റുന്നൊരു കാര്യം, ആർ യു ഓക്കെ, അവിടെ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നൊരു വാക്ക് ചോദിക്കാനോ ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കാൻ മാത്രമേ നമ്മളെക്കൊണ്ട് കഴിയത്തുള്ളൂ. പറ്റുമെങ്കിൽ എൻ്റെ വോയിസ് ചിലപ്പോൾ ആരുമേ കേൾക്കുന്നുണ്ടാവില്ല. ഐ ഹോപ്പ് ഇത് ചിലപ്പോൾ ആരുടെ മുന്നിൽ റീച്ച് ആവുമെന്ന് എനിക്കറിയില്ല. ബട്ട് ഡെഫിനറ്റ്ലി സം വൺ ഹിയറിങ് മീ,